1980കളുടെ നൊസ്റ്റാൾജിയയും കൂടെ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടത്തിലേക്ക് ദീനോസർ ഭീതിയും ഒന്നിച്ചെത്തിയാൽ എങ്ങനെയിരിക്കും? ആ ഒരു കിഡിലൻ സയൻസ് ഫിക്ഷൻ പ്രമേയമാക്കിയെത്തിയിട്ടുള്ള ദി എൻഡ് ഓഫ് ദി ഓക്ക് സ്ട്രീറ്റ്. ആനി ഹത്താവ, ഇവാൻ മാക്കാർ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയിട്ടുള്ള ഈ സിനിമയെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ റിവ്യൂലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഇതിന്റെ കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ 1982 ഓക്ക് സ്ട്രീറ്റ് എന്ന് പറയുന്ന ശാന്തമായിട്ടുള്ള ഒരു അമേരിക്കൻ നാട്ടിൻ പുറത്താണ് കഥ നടക്കുന്നത്. എഴുത്തുകാരിയാകാൻ ആഗ്രഹിക്കുന്ന ഡെന്നീസ്, ഭർത്താവ് ഗ്രേസ്, പിന്നെ ഇവരുടെ മക്കൾ, അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു സാധാരണ കുടുംബം. പക്ഷേ ഒരു രാത്രിയിൽ ആകാശത്ത് വലിയൊരു വെളിച്ചം പ്രത്യക്ഷപ്പെടുന്നു. പിറ്റേന്ന് രാവിലെ നാട്ടുകാർ ഉണരുമ്പോൾ സ്ട്രീറ്റ് ആകെ മാറിയിരിക്കുകയാണ്. പോരാത്തതിന് തെരുവുകളിലെല്ലാം തന്നെ വിശന്നു വലയുന്ന രക്തദാഹികളായിട്ടുള്ള ദിനോസറുകൾ. അതെ, ആ ഒരു മാജിക്കൽ പോർട്ട് വഴി ഈ പ്രദേശം ഒന്നാകെ പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. അവിടെ നിന്നും ജീവനം കൊണ്ട് രക്ഷപ്പെടാൻ ഇവർ നടത്തുന്ന പോരാട്ടമാണ് ചിത്രത്തിന്റെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത്. ഈ സിനിമയുടെ അവസാനത്ത് കുറെ സർവേയർ എന്ന് പറയുന്നത് കാണിക്കുന്നുണ്ട്, കുറെ പേരുടെ ഇന്റർവ്യൂ പോലുള്ള കുറെ സാധനങ്ങൾ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലരും ചോദിക്കുന്നത് ഈ സിനിമ ഒറിജിനൽ ആണോ എന്നാണ്. അല്ല, പക്ഷേ ഈ സിനിമയുടെ ചില ആ ഒരു പഴയ നമ്മുടെ ഒരു നൊസ്റ്റു ഒക്കെ ഉണ്ടല്ലോ, അതായത് ജുറാസിക് പാർക്ക് പോലുള്ള സിനിമ, സ്ട്രേഞ്ചർ തിങ്സ്, അങ്ങനെയുള്ള ആ ഒരു 80s ക്ലാസിക് ആ ഒരു ശൈലി പുനഃസൃഷ്ടിക്കുവാൻ വേണ്ടിയാണ് സംവിധാൻ ഡേവിഡ് റോബർട്ട് മിച്ചൽ ഇതിലൂടെ ശ്രമിക്കുക എന്നത്.